പോസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ ലാസ്റ്റ് തന്നെ കിട്ടിയത് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവുമായിരുന്നു. കാരണം നാണം വരുമായിരുന്നു. നമ്മൾ ഇത്രയും കാലം ചെയ്തൊരു കാര്യമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാറ്റേണിൽ നിന്ന് മാറി കംഫർട്ടിൽ നിന്ന് മാറി ഫസ്റ്റ് തന്നെ ബിഗ് ബോസിലേക്ക് വരാൻ പറ്റുന്നത് അതിനും ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഒന്ന് കയറണം. പക്ഷെ എന്നെ കൊണ്ട് ഇത്ര നിൽക്കാൻ പറ്റില്ല. പക്ഷെ അതിന് ഇതിന്റെ ഒന്ന് ഫീൽ എന്താണ് അടുത്തെന്താണെന്നുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നത്. താങ്ക് യു ബിഗ് ബോസ് ഫോർ ദാറ്റ്. അപ്പോൾ അതെല്ലാം കാറ്റത്ത് കിളിക്കുട്ടിന് എല്ലാവിധ ആശംസകൾ. താങ്ക് യു ബിഗ് ബോസ്. 9:40 അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയലിന്റെ ട്രെയിലർ കാണാം. പെൺകുട്ടികളെ വഴിയിൽ തടഞ്ഞു വെച്ച് അപമാനിച്ചത് അന്യായമായി കസ്റ്റഡിയിൽ എടുത്താണ്. അൺലോഫുൾ അറസ്റ്റ് സെക്ഷൻ 47 BNS. ഇങ്ങനെ കുറെ വകുപ്പുകൾ ചേർത്ത് ഞാൻ സാറിനെ കോടതി കയറ്റി. സംഭവമാണല്ലോ. നാട്ടുകാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹാരം ഉണ്ടാക്കിയിട്ട് കേസിലാക്കി അസമയത്തെങ്കിലും എത്തിയല്ലോ. അതെ, കറണ്ടൊക്കെ കട്ടിയെന്ന് തോന്നുന്നത്. വാടകയെ കൊടുത്തിട്ടില്ല, പലരക്കടല് പറ്റി തീർത്തിട്ടില്ല. സാരല്ലടാ, എന്റെ മോള് കോളേജിൽ വിറപ്പിക്കുന്ന ഒരു കാലം വരും. നവംബർ 10 മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10 മണിക്ക്. കണ്ണൂര് അഞ്ജലിയാണ് സീരിയലിന്റെ പേര്. ഞാൻ അഞ്ജലി ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെ ചെയ്യാം, ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്. അഞ്ജലിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങളുടെ ടാഗ്ലൈൻ നീതിക്കായി നിത്യം എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ്ലൈൻ ആണ്. അഞ്ജലി എന്ന പെൺകുട്ടി ഒരു സർവൈവറാണ്, ഒരു ഫൈറ്ററാണ്. അച്ഛൻ്റെ നടക്കാൻ പറ്റാത്ത പോയ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നെ ഞങ്ങളുടെ സീരിയൽ വന്നിട്ട് സൊസൈറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന കുറേ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സീരിയൽ എടുത്തിരിക്കുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ, അത് സ്ത്രീകളുടെ ആയാലും അവരുടെ ഏത് ജെൻഡർ ഇക്വാലിറ്റി എല്ലാം ബേസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് അല്ലെങ്കിൽ അഞ്ജലി എന്ന് പറയുന്നത്. പിന്നെ അഞ്ജലി ഒരു ഫൈറ്ററാണെന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നെ ആ പെൺകുട്ടി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ, കുറേ സ്ട്രഗിള്, അങ്ങനെയൊക്കെ ഒരു ഫുൾ പാക്കേജ് വരുന്ന ഒരു സ്റ്റോറിയാണ് അല്ലെങ്കിൽ അഞ്ജലി എന്ന് പറയുന്നത്. പിന്നെ അഞ്ജലിയുടെ പേരാണ് കൗശിക്. അർജുൻ, ക്യാരക്ടറിന്റെ പേര് അർജുനാണ്. ഒരു ഫാമിലിയാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ആളെ ലഭ്യ കഴിഞ്ഞിട്ടും അതിനൊന്നും പോകാൻ താല്പര്യമില്ലാതെ അവരുടേതായ പാർട്ടിയുടെ സ്വന്തമായിട്ട് ഓർഗാനിക് ഫാമിംഗ് ആ രീതിയിലുള്ള ജീവിതമാണ് കണ്ടെത്തുന്ന ഒരാളാണ്. വളരെ അതിശയമായിട്ടാണ്, വളരെ ബോൾഡായ ബ്യൂട്ടിഫുള്ളായൊരു കുട്ടി. ഒരു പെൺകുട്ടിയെ മാനരക്ഷിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി മുന്നോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു സീനിൽ വെച്ചാണ് വളരെ അതിശയമായിട്ട് കണ്ടുമുട്ടുന്നത്. അവിടെ വെച്ചാൽ ആദ്യം ഒന്ന് ഒരു ഷിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നു, പിന്നെ അത് പതുക്കെ പതുക്കെ അതുകൊണ്ടുള്ള ഫ്രിക്ഷൻ സംഭവിക്കുന്നു. പതുക്കെ അത് റൊമാൻസിലേക്ക് എത്താറ്. ഫാദറിനെ ദ്രോഹിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. പിന്നെ ഞങ്ങളുടെ ടൈം വന്നിട്ട് 10 o'clock ആണ്. മൺഡേ ടു ഫ്രൈഡേ ആണ് ഞങ്ങളുടെ ടൈം വരുന്നത്. പിന്നെ ഞങ്ങൾ 10 o'clock ചൂസ് ചെയ്യാൻ മെയിൻ റീസൺ യൂത്ത്ഫുൾ ഓഡിയൻസ് ആണ് കൂടുതൽ വരുന്നത് ആ ടൈം. അപ്പൊ അവർ മാത്രമേ അതെ എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. അതിനകത്ത് കുറേ മെസ്സേജസ് ഉണ്ട്, സൊസൈറ്റിയിൽ കോൺസെപ്റ്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം കൂടി ഞങ്ങൾ അറിഞ്ഞ പോലെ മിക്സ് ചെയ്ത് വരുന്ന ഒരു പാക്കേജാണ്. അപ്പോൾ ആ ഒരു ടൈം ഞങ്ങൾക്ക് ഭയങ്കര ബെസ്റ്റ് ആയിട്ട് തോന്നി. ഞങ്ങൾ എല്ലാവരും
ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ പ്രോജക്റ്റ് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായം പറയാം. ഐശ്വര്യ കാണുമ്പോൾ ഞാൻ എന്നെയാണ് കാണുന്നത്. പഴയ യെസ്, എൻ്റെ ഫസ്റ്റ് സീരിയൽ എന്ന് പറയാം. അതിന് മുമ്പ് ചെറിയൊരു ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു മൊഴിയുടെ ഫസ്റ്റ് സീരിയൽ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൽ പോവാണ്. അപ്പോൾ ആ ഔഷധത്തിൻ്റെ ഒരു ഭാഗ്യം പറഞ്ഞാണ് ഫസ്റ്റ് സീരിയൽ ചെയ്തത്. അതിൻ്റെ ഒരു ഗുണഭോക്താവാണ്. അപ്പോൾ നമുക്ക് പറയാം, ഓരോ സീന് വരുമ്പോഴും അത് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു വാശി, ആ ഒരു വാശി ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങളുടെ ഇപ്പം നിയമത്തിന് വേണ്ടിയിട്ട് പോരാടുന്നത് പോലെ ഞാൻ ഉറച്ച് എൻ്റെ ശബ്ദം ഉയർത്തിയിരിക്കുന്നു. ആൺകുട്ടികളും സീരിയൽ കാണണം, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും സീരിയലിൽ അടിച്ചു നിൽക്കും. എനിക്ക് എന്താ പ്രശ്നം? അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടികൾക്ക് മാത്രമാണ് സീരിയൽ എന്നുള്ളൊരു കോൺസെപ്റ്റോട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ പബ്ലിക്കിൽ ഇരുന്നിട്ട് നിങ്ങളുടെ സീരിയൽ എടുത്ത് കാണുന്നതായിരിക്കും. എന്റെ മാത്രമല്ല അഞ്ജലിക്ക് എല്ലാവർക്കും ഇനി എല്ലാവരോടും യാത്ര പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പുറത്തേക്ക് പക്ഷേ